ഹായ് ഓൾ. കഴിഞ്ഞ 2 സെക്ഷനുകളിൽ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നോക്കിയത്. അതിനുവേണ്ടി ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് എങ്ങനെയാണ് തയ്യാറാക്കുക, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുക, വർക്കിംഗ് നോട്ടുകൾ തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് ഓരോ ഐറ്റവും വരുന്നത്, അത് മുഴുവൻ നമ്മൾ കവർ ചെയ്തു. നമ്മൾ പറഞ്ഞതുപോലെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് 4 രീതികളാണ്, 4 രീതികളുള്ള 4 സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ തയ്യാറാക്കണം. അത് കഴിഞ്ഞ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിനും ലെഡ്ജർ അക്കൗണ്ടുകൾ തയ്യാറാക്കേണ്ടി വരും. അതിനുശേഷം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ തയ്യാറാക്കുക. ഫൈനലി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇന്ന് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകളോട് കൂടിയ ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അവസാനിപ്പിക്കുക. അപ്പോൾ കഴിഞ്ഞ സെക്ഷനുകൾ കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് നോക്കുക, എങ്കിലേ വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ കാണുന്ന ക്വസ്റ്റ്യൻ ഞാനൊന്ന് നോക്കുകയാണ്. ദ ബാലൻസ് ഷീറ്റ് ഓഫ് JK Limited as on 31st December 2015 and 2016 are as follows. അപ്പോൾ 2015-ലെയും 2016-ലെയും ബാലൻസ് ഷീറ്റുകൾ. അപ്പോൾ കറണ്ട് ഇയർ ഏതായിരിക്കും? 2016. പ്രീവിയസ് ഇയർ ഏതാണ്? 2015. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ ഓരോ ഐറ്റങ്ങളിലൂടെ നമുക്കൊന്ന് പോകാം. ഫസ്റ്റ് ലൈബിലിറ്റിയാണ്. അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ അകത്ത് ഷെയർ ക്യാപിറ്റൽ ഫസ്റ്റ് ഇയറിൽ 4,50,000, സെക്കൻഡ് ഇയറിൽ 4,50,000. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ യാതൊരുവിധ എഫക്റ്റും അതുണ്ടാക്കില്ല. 2 ഇയറിലും സെയിം എമൗണ്ട് തന്നെ, ഫണ്ടിന് ഒരു വ്യതിയാനവുമില്ല അതുമൂലം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ റിസർവ് ആൻഡ് സർപ്ലസ് 3,56,000, 3,78,000. ദർ ഇസ് എ ചേഞ്ച്. വി ഹാവ് ടു അനലൈസ് ഇറ്റ്. അവിടെ ഒരു ചേഞ്ച് ഉണ്ട്. അതെന്താണ് എന്ന് നോക്കണം. നമുക്ക് നോക്കാം. അതിന് നോട്ടുണ്ട്. നോട്ട്സ് ടു അക്കൗണ്ട്സ് നോക്കി അതിൻ്റെ നോട്ട് എന്താണ് എന്ന് ചെക്ക് ചെയ്യാം. റിസർവ് ആൻഡ് സർപ്ലസിൽ ജനറൽ റിസർവ് 3 lakh ആയിരുന്നു, 3,10,000 ആയി. എങ്ങനെയാണ് ജനറൽ റിസർവ് 3,10,000 ആകുക? ഈ വർഷം ലാഭത്തിൽ നിന്ന് 10,000 റിസർവിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് 3 ലക്ഷം ആയിരുന്ന ജനറൽ റിസർവ് ഇപ്പോൾ എത്രയായത്? 3,10,000 ആയത്. സോ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 10,000. എവിടെയാണ് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എടുക്കേണ്ടത്? ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യേണ്ട ഐറ്റങ്ങളിൽ ഒന്നാണ്, അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. സോ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം കിട്ടി. അടുത്തത് എന്താ? റിസർവ് ആൻഡ് സർപ്ലസിലെ രണ്ടാമത്തെ ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 56,000, 68,000. So profit and loss account closing balance 68,000, opening balance 56,000. Again it comes on fund from operation. Fund from operation ആദ്യം എന്താ ചെയ്യേണ്ടത്? ക്ലോസിംഗ് ബാലൻസ് ഓഫ് പി ആൻഡ് അക്കൗണ്ട് ഇവിടെ ഉണ്ട്. എത്രയാണ്? 68,000 ലെസ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പി ആൻഡ് അക്കൗണ്ട് എത്രയാണ്? 56,000. കുറയ്ക്കുമ്പോൾ നമുക്ക് 12,000 കറണ്ട് ഇയർ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതിൻ്റെ കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതും ലെസ് ചെയ്യേണ്ടതും, അല്ലേ? ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. ദെൻ അടുത്ത ഐറ്റം നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് തിരിച്ചു പോകാം. അടുത്ത ഐറ്റം ഏതാ? ഇനി എമൗണ്ട് ഉള്ള അടുത്ത ഐറ്റം എന്ന് പറയുക ലോങ് ടൈം ബോറോവിങ് ആണ്. ബ്രാക്കറ്റിൽ അത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ? മോർഗേജ് ലോൺ. ഫസ്റ്റ് ഇയർ ഇല്ല, സെക്കൻഡ് ഇയർ ഉണ്ട്. സോ ഈ വർഷം 2,70,000 രൂപ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്. ലോൺ എടുക്കുമ്പോൾ പണം വരും. അതെവിടെ എഴുതണം? ലാസ്റ്റ് സ്റ്റെപ്പിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ സോഴ്സിൽ എഴുതണം. ബോറോവിങ്സ് അല്ലെങ്കിൽ മോർഗേജ് ലോൺ. 2,70,000 രൂപ കയ്യിലോട്ട് വരുമല്ലേ ലോൺ എടുക്കുമ്പോൾ? അത് നമുക്ക് എന്താണ്? സോഴ്സാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ഐറ്റം എന്താ? കറണ്ട് ലൈബിലിറ്റി. കറണ്ട് ലൈബിലിറ്റികളൊക്കെ എവിടെയാണ് വരിക? കറണ്ട് ലൈബിലിറ്റികളൊക്കെ വരിക ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിലാണ്, അല്ലേ? കറണ്ട് ലൈബിലിറ്റി എന്തൊക്കെയാണ് ഉള്ളത്? ക്രെഡിറ്റേഴ്സ് മാത്രമാണ് ട്രേഡ് പേയബിളിൽ ഉള്ളത്. എത്രയാ? 1,68,000, 1,34,000. കറണ്ട് ലൈബിലിറ്റി കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? കൂടും.
നമുക്ക് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസിൽ എങ്ങനെയാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ്? ആദ്യം കറണ്ട് അസറ്റ്, അതിനുശേഷം കറണ്ട് ലയബിലിറ്റി എഴുതുമ്പോൾ എഴുതണം ക്രെഡിറ്റേഴ്സ് 1,68,000 1,34,000 കുറയുവാണ് ചെയ്തത് അല്ലേ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഏത് കോളത്തിൽ എഴുതും? ഇൻക്രീസ് കോളത്തിൽ എഴുതും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ അടുത്തത് എന്താ? ഷോർട്ട് ടൈം പ്രൊവിഷൻ. കറണ്ട് ലയബിലിറ്റിയാണ്, അപ്പോൾ അതുകൂടി എടുക്കണ്ടേ. ഷോർട്ട് ടൈം പ്രൊവിഷൻ എന്താണെന്ന് ബ്രാക്കറ്റിലുണ്ട് കേട്ടോ. പ്രൊവിഷൻ ഫോർ ടാക്സ് ആണ്. നമ്മൾ പറഞ്ഞതാണ് പ്രൊവിഷൻ ഫോർ ടാക്സ് ചിലപ്പോൾ നമുക്ക് അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും, അല്ല അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് എവിടെ എടുക്കാം? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസിൽ എടുക്കാം. അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കൺസെപ്റ്റ് വെച്ചിട്ട് എവിടെ എടുക്കും? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസിൽ എടുക്കും. കറണ്ട് ലയബിലിറ്റിയാണ് 75,000 10,000 ആയി കുറഞ്ഞു. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ആകും കേട്ടോ. നോക്കാം. അടുത്ത ഐറ്റം അസറ്റിലേക്ക് പോകുന്നു. നോൺ കറണ്ട് അസറ്റിൽ, ഫിക്സഡ് അസറ്റിൽ ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. 4 lakh ആയിരുന്നു, 3,20,000 ആയി. നോട്ട്സ് ഉണ്ടെന്ന് പറയുന്നു. ഒന്ന് നോക്കാമല്ലോ. നോട്ട് എന്താണ്? ടാഞ്ചിബിൾ അസറ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2 lakh. നോ ചേഞ്ച് അറ്റ് ഓൾ. ചേഞ്ച് ഇല്ല എങ്കിൽ ഫണ്ട് ഫ്രോം ഓപ്പറേഷനെ ഒരു തരത്തിലും ബാധിക്കില്ല, ഫണ്ട് മാറുന്നില്ല. ഓക്കെ, ലിമിറ്റ്. ദെൻ നെക്സ്റ്റ് വൺ മെഷീനറി. 2 lakh ആയിരുന്നത് 120 ആയി. ദർ ഇസ് എ ചേഞ്ച്. 2 ലക്ഷം രൂപയുടെ മെഷീനറി ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്രയേ ഉള്ളൂ? 1,20,000 ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് 80,000 രൂപയുടെ 80,000 റുപ്പീസിൻ്റെ മെഷീനറി നമ്മൾ സോൾഡ് ആയിട്ടുണ്ട്, സെയിൽ ചെയ്തിട്ടുണ്ട്. സോ മെഷീനറി വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് വരും. എവിടെ എഴുതണം? സോഴ്സിൽ എഴുതണം. ഓക്കെ, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇതും മാറും, നമ്മൾ ലെഡ്ജർ വരയ്ക്കേണ്ടി വരുവേ. ഇപ്പോൾ തന്നിരിക്കുന്നതിന് നമ്മൾ അനുമാനിച്ചു എന്താ? 2 ലക്ഷം രൂപയുടെ മെഷീനറി ഉണ്ടായിരുന്നു, ഇപ്പോൾ 1,20,000 രൂപയുടെ മെഷീനറി കാണുന്നുള്ളൂ. 80,000 രൂപയുടെ മെഷീനറി വിറ്റിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ടാകാം. ഫസ്റ്റ് ഓഫ് ഓൾ വിറ്റിട്ടുണ്ട് എന്ന് തന്നെ കരുതുക. അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എടുക്കാം. ഓക്കെ, സോ ദെൻ ബാലൻസ് ഷീറ്റിലേക്ക് വിറ്റ സോഴ്സാണ് കേട്ടോ. 80,000 രൂപ നമ്മുടെ കയ്യിലേക്ക് വരും. എവിടെ എഴുതും? സോഴ്സിൽ എഴുതും. ഓക്കെ, ദെൻ ബാലൻസ് ഷീറ്റിലേക്ക് തിരിച്ചു പോവുകയാണ്. അടുത്ത ഐറ്റം എന്താണ്? ടാഞ്ചിബിൾ അസറ്റാണ് നമ്മളിപ്പോൾ നോക്കിയത്. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. 50,000 ആയിരുന്നു, 60,000 ആയി. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പണം പോയിട്ടുണ്ട്. എന്താ ഇൻവെസ്റ്റ്മെൻറ്റ്? നമ്മൾ ഏതൊക്കെയോ കമ്പനികളുടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, ഷെയർ മാർക്കറ്റിൽ എവിടെയോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 50,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 60,000. അപ്പോൾ 10,000 കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നാൽ പണം കയ്യിൽ നിന്ന് പോയി. ഓക്കെ, 10,000 രൂപ നമ്മൾ എവിടെ എഴുതണം? കയ്യിൽ നിന്ന് പോയതാണ്, ആപ്ലിക്കേഷനിൽ എഴുതണം. ഓക്കെ, വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇതിനൊക്കെയും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞത് നിലനിൽക്കില്ല, മാറും. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നേരെ ആപ്ലിക്കേഷനിൽ എഴുതും. 10,000 രൂപ പോയി, ആപ്ലിക്കേഷനാണ്, പണം ഉപയോഗിച്ചതാണ്. ഓക്കെ, ദെൻ അടുത്ത ഐറ്റം കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റുകളെല്ലാം നമ്മൾ എവിടെയാണ് എടുക്കുക? ഷെഡ്യൂളിൻ്റെ അകത്താണ് എടുക്കുക. ഓക്കെ, നോക്കാൻ ഓരോന്നും. എവിടെയാണ്? ഇൻവെൻട്രി അഥവാ സ്റ്റോക്ക് 240 210 ആയി. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലും കുറയും, ഡിക്രീസിൽ എഴുതും. അടുത്തത് ട്രേഡ് റിസീവബിൾ ഡെപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. 210 455 ആയി, കൂടി. കറണ്ട് അസറ്റ് കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആകും, ഇൻക്രീസിലെടുക്കും. അടുത്തത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻറ്റ് 149 197 ആയി, വീണ്ടും കൂടിയിരിക്കുന്നു. കറണ്ട് അസറ്റ് കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും, ഷെഡ്യൂളിൻ്റെ നമ്മൾ ഇൻക്രീസിലെടുക്കും. ഓക്കെ, ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആവുന്നു. അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുക? ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റിംഗ് ₹8,000 വെയർ സോൾഡ് ഡ്യൂറിങ് ദി ഇയർ 2016 ഫോർ ₹8,500. ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. തീർച്ചയായും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ വരയ്ക്കാം. ഓക്കെ, 8,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 8,500 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ക്ലിയറായി, 500 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, ഫിക്സഡ് അസറ്റ് എവിടെയാണ് എടുക്കേണ്ടത്? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. ഫോർമാറ്റ് പറഞ്ഞതാണ്. ലാഭങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 8,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 8,500 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ 500 രൂപ നമുക്ക് ലാഭമുണ്ട്. ആ 500 രൂപ നമ്മൾ എന്ത് ചെയ്യും? ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ലെസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? അതോടൊപ്പം തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് ലെഡ്ജർ അക്കൗണ്ടും വരയ്ക്കും. ഓക്കെ, അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ വാസ് ₹9,000. 9,000 രൂപ പ്രൊവിഷൻ ഫോർ ടാക്സേഷനിൽ ഈ വർഷം പ്രോഫിറ്റിൽ നിന്ന് മാറ്റി.
ഓക്കെ. അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ്റെ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കണം. നമ്മൾ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തപ്പോൾ പറഞ്ഞതാണ് എന്താണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷനും പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റും. ഇത് രണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് കറണ്ട് ലൈബിലിറ്റി ആയിട്ട് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസിൽ എടുക്കാം. എന്നാൽ അഡ്ജസ്റ്റ്മെൻറ്റ് അതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതിനാൽ നമുക്ക് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അതെടുക്കണ്ട, പകരം ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കണം. അതോടൊപ്പം ഒന്ന് ഓർത്തോളുക, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ എവിടെ എടുക്കുന്നതായിട്ടവാ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ എടുക്കുന്നതായിട്ടവാ. ഈ വർഷം 9,000 രൂപ പ്രൊവിഷൻ ഫോർ ടാക്സേഷനിലേക്ക് മാറ്റി. ഈ 9,000 രൂപ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യണം. ഓക്കെ. ദെൻ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ്, അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷനിൽ ലെഡ്ജറും വരയ്ക്കണം, ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡും ചെയ്യണം കേട്ടോ. ഒരു കാര്യം ഓർക്കണം, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും 2 എഫക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ. ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റങ്ങളൊക്കെ ഏതെങ്കിലും ഒരിടത്ത് എടുക്കും, ഒന്നുകിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ, അല്ലെങ്കിൽ ഷെഡ്യൂളിൽ, അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ, അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ട്. എന്നാൽ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളതെല്ലാം 2 അക്കൗണ്ടുകളിൽ വന്നിരിക്കും. ഓക്കെ, അത് മനസ്സിലൊന്ന് ഓർത്തോളുക. ഓക്കെ. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് ഏതാണ്? ഡ്യൂറിങ് ദ ഇയർ മെഷീൻ കോസ്റ്റിംഗ് ₹10,000 വാസ് സോൾഡ് ഫോർ ₹12,000. 10,000 രൂപ വിലയുള്ള മെഷീൻ 12,000 രൂപയ്ക്ക് വിറ്റിരിക്കുന്നു. ലാഭമാണ് 2,000 രൂപ. വീണ്ടും വന്നിരിക്കുന്നു പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസെറ്റ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസെറ്റ് എന്ത് ചെയ്യണം? ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ലെസ് ചെയ്യണം. നഷ്ടങ്ങൾ എന്തെങ്കിലും, ചിലവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ലാഭങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ഇതല്ലേ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമ്മൾ പഠിച്ചത്. ഓക്കെ. സോ അതോടൊപ്പം തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് മെഷീൻ്റെ ലെഡ്ജർ അക്കൗണ്ടും തയ്യാറാക്കണം. ഓക്കെ, വരയ്ക്കാം. അടുത്തത് എന്താ? പ്രോഫിറ്റ് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിൻ്റെ കൂടുതൽ പറയുകയാണ്, അതിൻ്റെ ആ 2,000 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ലെസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ആലോചിച്ചപ്പോൾ പറഞ്ഞതാണ് എന്താ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആഡ് ചെയ്തിട്ടുള്ള എന്നാൽ നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഇൻകങ്ങളാണ് നമ്മൾ ലെസ് ചെയ്യുക. ഇത് നോൺ ഓപ്പറേറ്റിംഗ് ആ ബിസിനസ്സിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട റെഗുലർ ഇൻകം അല്ല, അൺഎക്സ്പെക്റ്റഡ്ലി കിട്ടിയ ഒരു ഇൻകമാണ്. ഓക്കെ, അത് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷനായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അവിടെ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ലെസ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ്. അടുത്ത ഐറ്റം എന്താ പറഞ്ഞിരിക്കുക? ഡിവിഡൻഡ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ എമൗണ്ടഡ് ടു ₹40,000. ഡിവിഡൻഡ് പെയ്ഡ് എവിടെ വരുമെന്നാണ് പറഞ്ഞത്? ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യേണ്ടത് ആ ഫോർമാറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 40,000 രൂപ ഡിവിഡൻഡ് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് എഫക്റ്റ് വേണമല്ലോ. 40,000 രൂപ ഡിവിഡൻഡ് കൊടുത്തു എന്ന് പറയുമ്പോൾ പണം വന്നോ പോയോ? പണം പോയി. എവിടെ എടുക്കണം? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷനിൽ എടുക്കണം. അപ്പോൾ ഡിവിഡൻഡ് പെയ്ഡ് എവിടേക്ക് എടുക്കണ്ടേ? ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യണം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷനായിട്ട് എഴുതണം. എന്തുകൊണ്ട്? പണം കയ്യിൽ നിന്ന് പോയതുകൊണ്ട്. ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ വരുമെന്നുള്ളത് നമ്മൾ ഫോർമാറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞത്, ആ ഫോർമാറ്റ് ബൈ ഹാർട്ട് ചെയ്യേണ്ട സാധനം തന്നെയാണ്. ഓക്കെ. ദെൻ അടുത്തായിട്ട് എന്താ? ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ മോർട്ട്ഗേജ് ലോൺ ഡ്യൂറിങ് ദി ഇയർ 10,000. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇൻട്രസ്റ്റ് കൊടുത്തു 10,000 രൂപ. ഈ ഇൻട്രസ്റ്റ് പെയ്ഡ് എവിടെയാ? എക്സ്പെൻസ് അല്ലേ? എക്സ്പെൻസ് ഒക്കെ എന്താ ചെയ്യണ്ടേ? ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യണം. പിന്നെ ഇൻട്രസ്റ്റ് കൊടുത്തു 10,000 എന്ന് പറയുമ്പോൾ പൈസ കയ്യിൽ നിന്ന് പോകുമല്ലേ? എവിടെയും എടുക്കണം? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷനായിട്ടും എടുക്കണം. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റുകൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. പ്രിപ്പയർ എ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഫോർ ദ ഇയർ 2016. 2016 ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും തയ്യാറാക്കണം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് 4 സ്റ്റെപ്സ്. ഫസ്റ്റ് ഏതാ തയ്യാറാക്കേണ്ടേ? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ഉപയോഗിച്ച്. ഓക്കെ, നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ആദ്യം എന്തെഴുതി? കറണ്ട് അസറ്റ്. പഴയ കറണ്ട് അസറ്റുകളൊക്കെ പെരുക്കി എഴുതാം. ബാലൻസ് ഷീറ്റിലേക്ക് നോക്കാം. എന്തൊക്കെ കറണ്ട് അസറ്റുകളാണ് ഉള്ളത്? ഇൻവെൻറ്ററി, ട്രേഡ് റിസീവബിൾ, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻറ്റ് 3 നേരെ എടുത്തെഴുതി. എത്രയൊക്കെയായിരുന്നു എമൗണ്ട്? 240, 210, 210, 455, 149,
197. ഓക്കെ, നോക്കാം. ആദ്യത്തെ ക്യാഷാണ്. ക്യാഷ് 149 എന്നുള്ളത് 197 ആയി. കൂടിയോ കുറഞ്ഞോ? കൂടി. അതുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതി. കറണ്ട് അസറ്റുകൾ കൂടിയാൽ ഇംഗ്ലീഷിലാണല്ലോ. അടുത്ത എന്താ? ഡെപ്റ്റേഴ്സ് 210 എന്നുള്ളത് 455 ആയി. അതും കൂടി. നമ്മളിവിടെ എഴുതി, ഇംഗ്ലീഷിൽ എഴുതി. അടുത്തെന്താ? സ്റ്റോക്ക് 240 എന്നുള്ളത് 210 ആയി. കുറഞ്ഞു. എവിടെ എഴുതി? ഡിക്രീസിൽ എഴുതി, 30,000. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റുകളെല്ലാം കൂട്ടി താഴെ എഴുതണം. കൂട്ടി എഴുതി. കറണ്ട് അസറ്റുകൾ 2015 കൂട്ടിയപ്പോൾ 599, 2016 കൂട്ടിയപ്പോൾ 862. ദെൻ ഇനി എന്താ എഴുതേണ്ടത്? കറണ്ട് ലയബിലിറ്റി എഴുതണം. കറണ്ട് ലയബിലിറ്റി എഴുതി. നോക്കി, ക്വസ്റ്റിനെ നോക്കിയപ്പോൾ കറണ്ട് ലയബിലിറ്റി ഒരെണ്ണേ ഉള്ളൂ. ഏതാണ്? 2 ഉണ്ട്. ഏതൊക്കെയാ? ക്രെഡിറ്റേഴ്സും പ്രൊവിഷൻ ഫോർ ടാക്സും. പക്ഷേ പ്രൊവിഷൻ ഫോർ ടാക്സിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കുന്നില്ല. അത് ലെഡ്ജർ വരച്ചോളും. അപ്പോൾ നമ്മൾ ഏത് മാത്രം എടുത്താൽ മതി? ക്രെഡിറ്റേഴ്സ് മാത്രം എടുത്താൽ മതി. ക്രെഡിറ്റേഴ്സ് 168, 134 കുറഞ്ഞു. കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ എവിടെയാണ് എടുക്കണ്ടേ? ഇൻക്രീസിൽ എടുക്കണം. ഇൻക്രീസിൽ എഴുതി 34,000. ഓക്കെ, കറണ്ട് ലയബിലിറ്റികൾ കൂട്ടി എഴുതണം. ഒരേ ഒരു കറണ്ട് ലയബിലിറ്റിയല്ലേ ഉള്ളൂ. അത് തന്നെ ടോട്ടലായിട്ട് എഴുതി. എത്രയാ? 168, 134. അടുത്ത് എന്താ ചെയ്യേണ്ടത്? കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. കുറച്ച് നോക്കിയേ. കറണ്ട് അസറ്റ് 10599 നിന്ന് 168 കുറച്ചു. എത്ര കിട്ടി? 431. കറണ്ട് 2016 നോക്കിയേ. 862 നിന്ന് 134 കുറച്ചു. എത്ര കിട്ടി? 728. ഓക്കെ, അതിനെ തമ്മിൽ ബാലൻസ് ചെയ്യണം അല്ലേ? ഏതാ വലുത്? 728 ആണ്. അത് ടോട്ടലായിട്ട് എഴുതി. വലുതിൽ നിന്ന് ചെറുത് കുറച്ചു. 728 നിന്ന് 431 കുറച്ചു. എത്ര കിട്ടി? 297. ആൻസർ കിട്ടി. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്ക്. ഫസ്റ്റ് ഇയറിലെ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാ? 431. സെക്കൻഡ് ഇയറിൽ എത്രയാ? 728. കൂടിയോ കുറഞ്ഞോ? കൂടുവല്ലേ ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറിൻ്റെ നിര എന്തെഴുതി? നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ദെൻ ഇനി ഇൻക്രീസ് ഡിക്രീസ് കോളങ്ങളെ തമ്മിലൊന്ന് ബാലൻസ് ചെയ്യണം. ഇൻക്രീസ് എല്ലാം കൂടി കൂട്ടി എഴുതി. എത്രയാ? 327. ഡിക്രീസ് ആകെ ഒരെണ്ണേ ഉള്ളൂ. അതെടുത്ത് എഴുതി. എത്രയാ? 30,000. വലുത് ഏതാ? 327. വലുത് ടോട്ടലായിട്ട് എഴുതി രണ്ടിടത്തും. വലുതിൽ നിന്ന് ചെറുത് കുറച്ചു. 327 നിന്ന് 30,000 കുറച്ചു. എത്ര കിട്ടി? 297. കുറവുള്ളടുത്ത് എഴുതി. നോക്കിയേ, രണ്ടിടത്തും ഒരേ ആൻസർ തന്നെയല്ലേ കിട്ടിയേ. ഇയർ കോളങ്ങൾ ബാലൻസ് ചെയ്തപ്പോൾ 297. ഇൻക്രീസ് ഡിക്രീസ് കോളങ്ങൾ ബാലൻസ് ചെയ്തപ്പോഴും 297. നമ്മൾ ചെയ്ത കണക്ക് ക്ലിയറാണ്, അത് ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരച്ചാൽ അടുത്ത് എന്താ ചെയ്യേണ്ടത്? അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയൊക്കെ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കണം. എന്നിട്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ വരയ്ക്കാവൂ. ഓക്കെ, നോക്കാം. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ വരച്ചു. നോക്കിയേ, ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? അസറ്റ് ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിൽ എഴുതണം. ലൈബിലിറ്റി ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ എഴുതണം. ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് അല്ലേ? ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിൽ എഴുതണം. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരച്ചു. ബാലൻസ് ഷീറ്റ് നോക്കുക. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, അതായത് 2015 എമൗണ്ട് എത്രയാണ്? ബാലൻസ് ഷീറ്റിൽ നോക്കിയപ്പോൾ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 50,000 എഴുതി. ബാലൻസ് റോട്ട് ഡൗൺ 50,000. ഓക്കെ, ക്ലോസിംഗ് ബാലൻസ് ഓപ്പോസിറ്റ് സൈഡിൽ എഴുതണം. നമുക്ക് ലാസ്റ്റ് എഴുതാം. ഓക്കെ, അടുത്ത എന്താ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നു 8,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 8,500 രൂപയ്ക്ക് വിറ്റു. വിൽപ്പന നടക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുവോ കുറയുവോ? കുറയും. 50,000 രൂപ 8,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റെന്ന് പറഞ്ഞാൽ കുറയുമല്ലേ? കുറയ്ക്കുന്ന ഐറ്റങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ, കൂട്ടുന്ന ഐറ്റങ്ങൾ അതേ സൈഡിൽ. ഓക്കെ, നേരെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി 8,500. 8,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് 8,500 വിറ്റേ. അപ്പോൾ ക്രെഡിറ്റിൽ എഴുതി ഇൻ ക്യാഷ് 8,500. ഓക്കെ, ഓർക്കുക, ഈ ക്യാഷ് നമ്മൾ എവിടെ എഴുതണം? സോഴ്സിൽ എഴുതണം. 8,500 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ 8,500 രൂപ കിട്ടുമല്ലേ ചെയ്തത്? പണം വന്നു. പണം വരുന്നതൊക്കെ സോഴ്സാണ്. ഇത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ സോഴ്സിൽ എഴുതേണ്ട ഐറ്റമാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഓർക്കുക, 8,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 8,500 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ 500 രൂപ പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ P&L അക്കൗണ്ട് എന്ന് എഴുതണം. എല്ലാ ലെഡ്ജറിലും. ലോസ് ആണെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ P&L അക്കൗണ്ട് എന്ന് എഴുതണം. ഓക്കെ, ഇതിപ്പോൾ 500 രൂപ പ്രോഫിറ്റ് ആണല്ലോ. ഉടനെ നമ്മൾ ഡെബിറ്റിൽ എഴുതി P&L അക്കൗണ്ട് 500. ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് ക്ലിയർ ആണല്ലോ. എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? അസറ്റിൻ്റെ ലെഡ്ജർ ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിൽ എഴുതണം.
ലൈബിലിറ്റിയുടെ ലെഡ്ജർ ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ എഴുതണം. ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിൽ എഴുതി 50,000. പിന്നെ എന്താണ് ആ അസറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഐറ്റത്തിനെ കുറിച്ച് പറഞ്ഞു നോക്കി. അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയപ്പോൾ എന്താ പറഞ്ഞത്, 8,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 8,500 രൂപയ്ക്ക് വിറ്റു. 8,500 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു. നേരെ ക്രെഡിറ്റിൽ എഴുതി ക്യാഷ് 8,500. ഈ വിറ്റു എന്ന് പറയുമ്പോൾ ആ ക്യാഷ് നമുക്ക് എന്താണ്, സോഴ്സാണ്, പണം കിട്ടുക ചെയ്തത്. അത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ സോഴ്സിൽ എഴുതണം, ഓർക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഏതെങ്കിലും അസറ്റായാലും അസറ്റുകൾ വിറ്റു എന്ന് പറയുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് ചെക്ക് ചെയ്ത്, ലാഭമാണെങ്കിൽ അത് ഡെബിറ്റിൽ എഴുതണം, നഷ്ടമാണെങ്കിൽ അത് ക്രെഡിറ്റിൽ എഴുതണം. ഇതിപ്പോൾ 8,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 8,500 രൂപയ്ക്ക് വിറ്റെന്ന് പറയുമ്പോൾ 500 രൂപ ലാഭമാണ്. നേരെ ഡെബിറ്റിൽ എഴുതി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 500. ഓക്കെ, ഇനി ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ എഴുതി. എന്താണ് ലാസ്റ്റ് ക്രെഡിറ്റിൽ എഴുതിയിരിക്കുന്നു, ബാലൻസ് ക്യാരി ഡൗൺ 60,000. ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിൽ എഴുതി, ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ എഴുതി. ഓക്കെ ആണല്ലോ. ഇനി ആ അക്കൗണ്ടിൽ നിന്ന് ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഡെബിറ്റിൽ എത്രയാണ് ഉള്ളത്, 50,000, 500, 50,500. ക്രെഡിറ്റിൽ എത്രയാണ് ഉള്ളത്, 60,000, 8,500, 68,500. ഡിഫറൻസ് ഉണ്ടല്ലോ. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് കുറവുള്ളെടുത്ത് എഴുതുക. ഡിഫറൻസ് എത്രയാ, 11,000 ഡെബിറ്റിൽ എഴുതി. ഓക്കെ, ഡെബിറ്റിൽ വന്നപ്പോൾ അതെന്താണ്, കാശ് പോയി. എങ്ങനെ മനസ്സിലായി കാശ് പോയി എന്ന്? ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റാണ്, ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഡെബിറ്റിൽ വരണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കൂട്ടുന്ന ഐറ്റമായിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നത് എപ്പോഴാണ്, നമ്മൾ പണം കൊടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അസറ്റ് അക്കൗണ്ടുകൾ വരയ്ക്കുമ്പോൾ ഡെബിറ്റിൽ ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എഴുതാം. ബാലൻസ് ഫിഗർ ഡെബിറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ണും പൂട്ടി എഴുതാം. എന്താണ്, ക്യാഷ്. അതെന്തായിരിക്കും, ബ്രാക്കറ്റിൽ എഴുതാം, പർച്ചേസ്. ക്രെഡിറ്റിലാണ് ഡിഫറൻസ് വന്നെങ്കിൽ നമുക്ക് എഴുതാം ക്യാഷ് എന്നും എഴുതാം, ഡിപ്രീസിയേഷൻ എന്നും എഴുതാം. അതെന്താ, ക്രെഡിറ്റിൽ വന്നാൽ അസറ്റ് കുറഞ്ഞു എന്നാണ്. കുറയുന്നത് രണ്ട് സാഹചര്യത്തിൽ. എപ്പോഴാണ്, അസറ്റ് വിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ വരുമ്പോഴോ. അപ്പോൾ ഡെബിറ്റിലാണ് ഡിഫറൻസ് എമൗണ്ട് വരുന്നതെങ്കിൽ ക്രെഡിറ്റിലാണ് ഡിഫറൻസ് എമൗണ്ട് വരുന്നതെങ്കിൽ ക്രെഡിറ്റ് നോക്കി ക്യാഷ് എന്ന് എഴുതാം, ബ്രാക്കറ്റിൽ സെയിൽ എന്നെഴുതാം. വിറ്റു, ക്യാഷ് കിട്ടി. അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന് എഴുതാം. അപ്പോൾ ഡിപ്രീസിയേഷൻ ഓൾറെഡി അവിടെ ഉണ്ട് എങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ എഴുതിയിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ ആ ഡിഫറൻസ് എമൗണ്ട് ക്യാഷ് എന്ന് എഴുതിയേക്കുക, വിറ്റതാണ്. വിറ്റു എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റിൽ അത് ക്യാഷ് എന്നുണ്ടാവും. അപ്പോൾ ആ ഡിഫറൻസ് എമൗണ്ട് ഡിപ്രീസിയേഷൻ എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടാൻ അസറ്റിൻ്റെ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒന്നുകിൽ അസറ്റ് വിറ്റതാകാം, അല്ലെങ്കിൽ അസറ്റ് വാങ്ങിയതാകാം, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ആകാം. ഡിഫൻസ് അക്കൗണ്ട് ഡെബിറ്റിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ നമ്മൾ വാങ്ങിയതാണ്, ക്യാഷ് ബ്രാക്കറ്റിൽ പർച്ചേസ്. ക്രെഡിറ്റിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ ഒന്നുകിൽ വിറ്റതാണ്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷനാണ്. ഓക്കെ, അതെങ്ങനെ മനസ്സിലാകാം, അവർ ഡിപ്രീസിയേഷൻ ക്വസ്റ്റിനെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിറ്റതാണ്, ക്യാഷ് എന്ന് എഴുതാം. അവർ വിറ്റത് ക്വസ്റ്റിനെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിട്ടിയ ആൻസർ ഡിപ്രീസിയേഷനാണ്, ഡിപ്രീസിയേഷൻ എന്ന് എഴുതാം. ഓക്കെ, ഓർക്കുക, ഡിപ്രീസിയേഷൻ എന്നാണ് കിട്ടുന്നതെങ്കിൽ അത് ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ വരും. ക്യാഷ് എന്നാണ് കിട്ടുന്നതെങ്കിൽ അത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വരും. ക്യാഷ് മേടിച്ചതാണ് എങ്കിൽ ആപ്ലിക്കേഷൻ വരും. അതല്ല, ആ ക്യാഷ് നമ്മൾ വിറ്റപ്പോൾ കിട്ടിയതാണെങ്കിൽ അത് സോഴ്സിൽ വരും. ഓക്കെ, ഡെബിറ്റിലാണ് ഡിഫറൻസ് എങ്കിൽ ക്യാഷ് എന്ന് എഴുതുമ്പോൾ എന്താണ്, പർച്ചേസ്. അപ്പോൾ നമുക്കത് എവിടെ എഴുതാം, ആപ്ലിക്കേഷനിൽ എഴുതാം. ക്രെഡിറ്റിലാണ് ക്യാഷ് വരുന്നതെങ്കിൽ അതെന്താ, വിറ്റതാണ്, പണം കിട്ടി, സോഴ്സ്. നമുക്ക് എവിടെ എഴുതാം, സോഴ്സിൽ എഴുതാം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓർക്കുക അത്. ഓക്കെ, ദെൻ അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഏറെക്കുറെ മനസ്സിലായി കാണും. അടുത്ത ലെഡ്ജറും കൂടി നോക്കുമ്പോൾ മനസ്സിലാകും കംപ്ലീറ്റ് ആയിട്ട്. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ വാസ് റുപ്പീസ് 9,000. 9,000 രൂപ ടാക്സേഷനിലേക്ക് മാറ്റി. അപ്പോൾ ടാക്സേഷൻ്റെ ലെഡ്ജർ വരയ്ക്കണമല്ലോ. ടാക്സേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ലയബിലിറ്റി അല്ലേ, ലയബിലിറ്റികളുടെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റിലല്ലേ. ലെഡ്ജർ അക്കൗണ്ട് വരച്ചു. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ബാലൻസ് ബ്രോട്ട് ഡൗൺ എത്രയായിരുന്നു, ബാലൻസ് ഷീറ്റ് പറഞ്ഞിരിക്കുന്ന ഓപ്പണിംഗ് ഫിഗർ 75,000. ക്രെഡിറ്റിൽ എഴുതി ബാലൻസ് ബ്രോട്ട് ഡൗൺ 75,000. ഓക്കെ, ക്ലോസിംഗ് ഫിഗർ ഡെബിറ്റ് വരണം, ലാസ്റ്റ് എഴുതാം. ഓക്കെ, പ്രൊവിഷൻ ഫോർ ടാക്സേഷനെ കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ഇതിൽ എഴുതണം. നോക്കാം, പ്രൊവിഷൻ ഫോർ ടാക്സേഷനെ കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ വാസ് റുപ്പീസ് 9,000. ഓക്കെ,
അപ്പോൾ ഈ വർഷം 9,000 രൂപ പ്രൊവിഷൻ ഫോർ ടാക്സേഷനിലേക്ക് കൊണ്ടുവന്നു. ഈ വർഷം 9,000 രൂപ പ്രൊവിഷൻ ഫോർ ടാക്സേഷനിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ കൂടില്ലേ? ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് ടാക്സ് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസയാണ് ഏതാ? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. 9,000 രൂപയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് കൂടും. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റിലല്ലേ എഴുതിയേ? കൂട്ടുന്ന ഐറ്റങ്ങൾ അതേ സൈഡിൽ തന്നെ, കുറയ്ക്കുന്ന ഐറ്റങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ. ഓക്കെ, 9,000 രൂപ കൂട്ടുന്ന ഐറ്റമാണ്, അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റിൽ തന്നെ എഴുതി പി ആൻഡ് എൽ അക്കൗണ്ട് 9,000 രൂപ. ഓക്കെ, ദെൻ അടുത്തത് എന്താ? വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഡെബിറ്റിൽ എഴുതി ബാലൻസ് ക്യാരിഡ് ഓൺ. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് 10,000. ഏതാ? ബാലൻസ് ഷീറ്റിൽ 2016 പറഞ്ഞിരിക്കുന്ന എമൗണ്ട് 10,000. ബാലൻസ് ചെയ്യുന്നു, ബാലൻസ് ഡെബിറ്റിലാണ് 74,000 കിട്ടിയത്. ഓക്കെ, അതിൻ്റെ അർത്ഥം നമ്മൾ ഈ വർഷം ടാക്സ് കൊടുത്തു. അതായത് ക്രെഡിറ്റിൽ 75 ഉണ്ടായിരുന്നു, ഇത്തവണ 9,000 കൊണ്ടുവന്ന് 84,000 ആയി. പക്ഷെ 10,000 കാണുന്നുള്ളൂ അവിടെ. അതെന്താ? ബാക്കി 74,000 രൂപ നമ്മൾ ഈ വർഷം ടാക്സ് കൊടുത്തു. 84,000 രൂപ കാണേണ്ട സ്ഥാനത്ത് 10,000 കാണുന്നു പറഞ്ഞാൽ പോയെന്നല്ലേ അർത്ഥം? ടാക്സ് കൊടുത്തതാണ്. ക്യാഷ് എന്നെഴുതി 74,000. പൈസ പോയാൽ അതിവിടെ വരണം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷനിൽ വരണം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അത് എഴുതണം കേട്ടോ, ഓർത്തിരുന്നോളൂ. ഇനി അതല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു ഷോർട്ട് കട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അതായത് ഏത് ലെഡ്ജർ അക്കൗണ്ടിൻ്റെയും എവിടെ ക്യാഷ് എന്ന് എഴുതുന്നുണ്ടോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അത് ഓപ്പോസിറ്റ് സൈഡിൽ എഴുതണം. ലെഡ്ജറിൻ്റെ ഡെബിറ്റ് ക്യാഷ് എന്ന് എഴുതിയാൽ അത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്രെഡിറ്റിൽ എഴുതണം. ലെഡ്ജറിൻ്റെ ക്രെഡിറ്റ് ക്യാഷ് എന്ന് വന്നാൽ അത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെബിറ്റിൽ എഴുതണം, സോഴ്സിൻ്റെ സൈഡിൽ എഴുതണം. ഇതൊരു ഷോർട്ട് കട്ടാണ്. അത് മറ്റേത് കിട്ടുന്നില്ല എങ്കിൽ മാത്രം നോക്കുക. ആപ്ലിക്കേഷൻ മനസ്സിലാക്കി തന്നെ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അതങ്ങനെ ഒന്നും കൂടി പറഞ്ഞുതരാം. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞു. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് ഏതാ? അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഡ്യൂറിങ് ദി ഇയർ മെഷീൻ കോസ്റ്റിംഗ് ₹10,000 വാസ് സോൾഡ് ഫോർ ₹12,000. അപ്പോൾ മെഷീൻ്റെ ലെഡ്ജറും വരയ്ക്കാം. മെഷീനറി അക്കൗണ്ട് വരച്ചു. അസറ്റല്ലേ? ഓപ്പണിംഗ് ബാലൻസ് എവിടെയാണ്? ഡെബിറ്റ് സൈഡിൽ. ക്വസ്റ്റിനെ നോക്കി മെഷീൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 2 ലക്ഷം, ക്ലോസിംഗ് ബാലൻസ് 1,20,000. ഓക്കെ, അസറ്റിൻ്റെ ലെഡ്ജറായിരുന്നു ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിൽ എഴുതി. ബാലൻസ് ബ്രോഡ് ഡൗൺ 2 ലക്ഷം. ക്രെഡിറ്റിൽ ഏറ്റവും ലാസ്റ്റായിട്ട് എഴുതി ബാലൻസ് ക്യാരിഡ് ഓൺ 1,20,000. ഇനി മെഷീനെ കുറിച്ച് എന്താ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്? 10,000 രൂപ വിലയുള്ള മെഷീൻ 12,000 രൂപയ്ക്ക് വിറ്റു എന്നല്ലേ? ഓക്കെ, വിറ്റു എന്ന് പറയുമ്പോൾ ക്യാഷ് കിട്ടി, അല്ലെങ്കിൽ മെഷീൻ കുറഞ്ഞു. വിൽക്കാൻ നേരത്തെ ഓപ്പണിങ്ങിലുള്ളത് കുറയുകയല്ലേ ചെയ്യുക? ഡെബിറ്റിലാണ് ഓപ്പണിംഗ് ബാലൻസ് എഴുതിയ. കുറയ്ക്കുന്ന ഐറ്റങ്ങൾ എവിടെ എഴുതുക? ഓപ്പോസിറ്റ് സൈഡിൽ ക്രെഡിറ്റിൽ എഴുതി 12,000. ഓക്കെ, നമ്മൾ പറഞ്ഞു ഏതെങ്കിലും അസറ്റ് വിൽക്കുമ്പോൾ ലാഭമാണെങ്കിൽ ഡെബിറ്റ് പി ആൻഡിൽ എന്ന് എഴുതണം, നഷ്ടമാണെങ്കിൽ ക്രെഡിറ്റ് പി ആൻഡിൽ എന്ന് എഴുതണം. 10,000 രൂപയുടെ അസറ്റ് 12,000 രൂപയ്ക്ക് വിറ്റെന്ന് പറയുമ്പോൾ 2,000 രൂപ ലാഭമാണല്ലോ. ഡെബിറ്റിൽ എഴുതി പി ആൻഡ് എൽ അക്കൗണ്ട് 2,000. അക്കൗണ്ട് ബാലൻസ് ചെയ്യുക, സിമ്പിൾ. ഇപ്പോൾ ലെഡ്ജറുകൾ സിമ്പിളായി വരുന്നുണ്ട്. ഓക്കെ, ബാലൻസ് ചെയ്തപ്പോൾ ഡെബിറ്റ് 2 ലക്ഷം 2,000, 2 ലക്ഷത്തി 2,000. ക്രെഡിറ്റ് 12,000, 1,20,000, 1,32,000. ക്രെഡിറ്റിലാണ് കുറവല്ലേ? ഡിഫറൻസ് എമൗണ്ട് ക്രെഡിറ്റിൽ എഴുതി എത്രയാണ്? 70,000. ക്രെഡിറ്റിൽ ബാലൻസ് വന്നാൽ അത് എന്തായിരിക്കും എന്നാണ് പറഞ്ഞേ? ഒന്നുകിൽ വിറ്റത്. അസറ്റിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് വന്നാൽ ഒന്നുകിൽ വിറ്റത് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ. വിറ്റത് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്നതാ? ഡിപ്രീസിയേഷൻ. ക്രെഡിറ്റിൽ എഴുതി ഡിപ്രീസിയേഷൻ. ഇത്രയേ ഉള്ളൂ. അസറ്റിൻ്റെ ലെഡ്ജർ വരയ്ക്കുമ്പോൾ ഡെബിറ്റിലാണ് ബാലൻസ് ഫിഗർ വരുന്നതെങ്കിൽ അത് സാധനം മേടിച്ചതാണ് ക്യാഷ്. ക്രെഡിറ്റിലാണ് ബാലൻസ് ഫിഗർ വരുന്നതെങ്കിൽ അത് ഡിപ്രീസിയേഷനും ആകാം, വിറ്റതും ആകാം. വിറ്റത് എത്രയാണെന്ന് ക്വസ്റ്റ്യനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് ക്വസ്റ്റ്യനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ ആൻസർ ക്യാഷായിട്ട് എഴുതണം, വിറ്റതാണ്. ഓക്കെ, ഡിപ്രീസിയേഷൻ എഴുതി. അപ്പോൾ ഓർക്കുക, ഡിപ്രീസിയേഷൻ എവിടെ വരുന്ന ഐറ്റമാണ്? ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇതാണ് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഇത് കഴിഞ്ഞിട്ട് വരയ്ക്കാമെന്ന് പറഞ്ഞത്. ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ വരേണ്ട ചില ഐറ്റങ്ങൾ ചിലപ്പോൾ ലെഡ്ജർ വരയ്ക്കുമ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞ 3 ഐറ്റം നമ്മൾ ലെഡ്ജർ വരച്ചു. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ? ഡിവിഡൻഡ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ. ഡിവിഡൻറ്റിനെ കുറിച്ച് ബാലൻസ് ഷീറ്റിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ലെഡ്ജർ വേണ്ടി ഒരേ ഒരു ഐറ്റമേ ഉള്ളൂ. ബാലൻസ് ഷീറ്റിലും അഡ്ജസ്റ്റ്മെൻറ്റിലും ഒരു ഐറ്റത്തിനെ കുറിച്ച് പറഞ്ഞാലേ ലെഡ്ജർ വായിച്ചാൽ നോക്കിയാൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തായിരുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റിലും ഉണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റിലും ഉണ്ട്. രണ്ടാമത്തെ ഐറ്റം എന്തായിരുന്നു? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ബാലൻസ് ഷീറ്റിലും ഉണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റിലും ഉണ്ട്. ലെഡ്ജർ വരച്ചു. അടുത്ത ഐറ്റം എന്താ? മെഷീനറി. ബാലൻസ് ഷീറ്റിലും ഉണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റിലും ഉണ്ട്. ലെഡ്ജർ വരച്ചു. ഓക്കെ, ഡിവിഡൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു പറഞ്ഞേ? ഡിവിഡൻറ്റ് കൊടുത്തു 40,000. എവിടെയൊക്കെ വരുമെന്നാണ് പറഞ്ഞേ? ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യേണ്ട ഐറ്റം ഡിവിഡൻറ്റ് പെയ്ഡ്. അതുപോലെ തന്നെ 40,000 രൂപ ഡിവിഡൻറ്റ് കൊടുത്തെന്ന് പറയുമ്പോൾ കാശ് പോയതാ.
ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷനിൽ എഴുതണം. അടുത്തതാ ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റും ബാലൻസ് ഷീറ്റിലില്ല. അപ്പം നേരെ 2 അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്താൽ മതി. ഏതൊക്കെ അക്കൗണ്ടിലാണ്? ഇൻട്രസ്റ്റ് കൊടുത്തു, എവിടെ വരുന്ന ഐറ്റവാ? ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യേണ്ട ഐറ്റവാ. ദെൻ ഇൻട്രസ്റ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ കാശ് പോവുക ചെയ്തേ, എവിടെ വരും? ആപ്ലിക്കേഷനിൽ വരും. നേരിട്ട് എഴുതാം അത് രണ്ടും. ആദ്യത്തെ 3നും ലെഡ്ജർ വരയ്ക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തു? ഷെഡ്യൂൾ വരച്ചു, ലെഡ്ജർ വരച്ചു. അടുത്ത എന്താ ചെയ്യേണ്ടത്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ വരയ്ക്കണം. ഓക്കെ, വരച്ചു. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്തൊക്കെയാണ്? ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആദ്യം എഴുതേണ്ടത് എന്തായിരുന്നു? പി ആൻഡ് അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് ലെസ് പി ആൻഡ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ്. പി ആൻഡ് അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്? പി ആൻഡ് അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് 68,000 ബാലൻസ് ഷീറ്റിലുണ്ട്. ലെസ് പി ആൻഡ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് 56,000. കുറച്ച് എത്ര കിട്ടി? 12,000 കറണ്ട് ഇയർ പ്രോഫിറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ടതൊക്കെ ആഡ് ചെയ്യാം. എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ട ഐറ്റംസ്? ആഡ് ചെയ്യേണ്ട ഐറ്റംസ് നമ്മൾ ഫോർമാറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കി ബൈഹാർട്ട് ചെയ്യണം കേട്ടോ. ഫോർമാറ്റിൽ എന്തൊക്കെയായിരുന്നു? ഡിപ്രീസിയേഷൻ, ട്രാൻസ്ഫർ ടു റിസർവ്, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡിവിഡൻഡ് പെയ്ഡ്, ഇതൊക്കെയായിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ പറഞ്ഞത്? ഡിപ്രീസിയേഷൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടല്ലോ? അഡ്ജസ്റ്റ്മെൻറ്റിലൊന്നുമില്ല. ലെഡ്ജർ പഠിച്ചപ്പോൾ കിട്ടിയായിരുന്നു. ഏതിൻ്റെ? ആ മെഷീനറിയിൽ നമുക്കൊരു 70,000 ഡിപ്രീസിയേഷൻ ഇല്ലായിരുന്നു. നേരെ എഴുതി. എന്താണ് ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി? എത്ര രൂപ? 70,000. പിന്നെന്താ? ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് ഉണ്ടല്ലോ ബാലൻസ് ഷീറ്റിൽ. റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ നോട്ടിൽ എന്താ നടക്കുന്നത്? ജനറൽ റിസർവ് ഫസ്റ്റ് ഇയറിൽ 3 ലക്ഷം, സെക്കൻഡ് ഇയറിൽ 3,10,000. 10,000 റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലേ? എഴുതി. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 10,000. പിന്നെന്താ ഉള്ളത്? ഏതെങ്കിലും അസറ്റ് വിറ്റ് നഷ്ടം ഇല്ല. 2 അസറ്റ് വിറ്റപ്പോഴും ലാഭമായിരുന്നു, വരില്ല. പിന്നെന്താ ഉള്ളത്? ഡിവിഡൻഡ് പെയ്ഡോ ഇൻട്രസ്റ്റ് പെയ്ഡോ ഉണ്ടല്ലോ. ഡിവിഡൻഡ് പെയ്ഡ് 40,000 എഴുതി. ഡിവിഡൻഡ് പെയ്ഡ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഉണ്ടായിരുന്നു 10,000, അതും എഴുതി. ഇല്ലേ നമ്മളുടെ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ? ഡിപ്രീസിയേഷൻ 70,000. ടാക്സ് പെയ്ഡ്, ടാക്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് എഴുതണമായിരുന്നു. എന്താണ്? പ്രൊവിഷൻ ഫോർ ടാക്സേഷനിലേക്ക് 9,000 ആഡ് ചെയ്തിരുന്നു, അതും എഴുതി. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 9,000. ഡിവിഡൻഡായി, റിസർവായി, ഇൻട്രസ്റ്റായി, എല്ലാമായി. കൂട്ടേണ്ട ഐറ്റങ്ങളെല്ലാം കൂടി കൂട്ടി ഔട്ടറിൽ എഴുതി. ഇനി കുറയ്ക്കേണ്ട ഐറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ. ഡിവിഡൻഡ് കിട്ടിയിട്ടില്ല, ഇൻട്രസ്റ്റും കിട്ടിയിട്ടില്ല, എങ്ങും പറയുന്നില്ല. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഉണ്ട്. എന്തൊക്കെയാണ്? മെഷീനറി വിറ്റപ്പോൾ 2,000 രൂപ ലാഭം കിട്ടിയില്ലായിരുന്നോ? എഴുതി. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി 2,000. ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ 500 രൂപ ലാഭം കിട്ടിയില്ലായിരുന്നോ? എഴുതി. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 500. രണ്ടും കൂടി കൂട്ടി ഔട്ടറിൽ എഴുതി 2,500. ഇനി അത് ടോട്ടലിൽ നിന്ന് ലെസ് ചെയ്ത് എഴുതി. ഓക്കെ, 148,500 നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടി. അപ്പോൾ ഷെഡ്യൂൾ വരച്ച് നെറ്റ് ഇൻക്രീസ് കണ്ടുപിടിച്ചു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് ഫണ്ട് ഫ്രം ഓപ്പറേഷനും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. ഏതാ? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. എങ്ങനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണ്ടേ? കാണുന്നുണ്ട് നിങ്ങൾ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, സോഴ്സ്, എമൗണ്ട്, ആപ്ലിക്കേഷൻ, എമൗണ്ട്. ഇതുവരെ നമ്മൾ എടുത്തിട്ടില്ലാത്ത ഐറ്റങ്ങളും. ക്വസ്റ്റ്യൻ ആദ്യം മുതൽ ഒന്നും കൂടി വായിച്ച് നോക്കണം. ആദ്യം മുതൽ നോക്കുമ്പോൾ എന്താ? ഫസ്റ്റ് ഐറ്റം ഷെയർ ക്യാപിറ്റൽ 450 ചേഞ്ച് ഒന്നുമില്ല, നമുക്ക് എടുക്കണ്ട. അടുത്ത ഐറ്റം റിസർവ് ആൻഡ് സർപ്ലസ്, നോട്ടുണ്ട്. നോട്ട് നോക്കണം. എന്താ? റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ നോട്ടിൽ ജനറൽ റിസർവ് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ എടുത്തല്ലോ. പി ആൻഡ് അക്കൗണ്ട് പറയുന്നുണ്ട്, അതും എടുത്തല്ലോ. അത് രണ്ടും നമ്മൾ എവിടെ എടുത്തതാണ്? ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ എടുത്തതാണ്. ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ ഒരു എഫക്റ്റേ വരുള്ളൂ. അത് രണ്ടും എടുത്തു കഴിഞ്ഞത് അതിന് എടുക്കണ്ട. ഓക്കെ, അടുത്തായിട്ട് എന്താ? അടുത്ത എമൗണ്ട് വരുന്നത് ലോങ് ടൈം ബോറോവിങ്ങാണ്. ലോങ് ടൈം ബോറോവിങ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് 2,70,000. ഓപ്പണിങ്ങിൽ ഫിഗറില്ല, ക്ലോസിങ്ങിൽ 2,70,000. ഈ വർഷം 2,70,000 രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തെന്നല്ലേ അതിൻ്റെ അർത്ഥം. ലോൺ എടുക്കുമ്പോൾ പണം കിട്ടുമല്ലേ? അതെവിടെ എഴുതണം? സോഴ്സിൽ എഴുതണം. എന്താ? മോർട്ട്ഗേജ് ലോൺ സോഴ്സിൽ എഴുതി 2,70,000. ഓക്കെ, അടുത്തായിട്ട് എന്താ? കറണ്ട് ലൈബിലിറ്റികളാണ്. അതിനാണ് നമ്മൾ എടുത്തതല്ലേ. കറണ്ട് ലൈബിലിറ്റി നമ്മൾ ഷെഡ്യൂളിൻ്റെ അകത്ത്, ട്രേഡ് പേയബിൾ നമ്മൾ ഷെഡ്യൂളിൻ്റെ അകത്ത് എടുത്തു. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ലെഡ്ജറും വരച്ചു. അസറ്റ് സൈഡിലേക്ക് പോകുന്നു. ആദ്യം എന്താ? അസറ്റ് സൈഡിൽ ആദ്യത്തെ ഐറ്റം ടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റിൻ്റെ നോട്ടുണ്ട്, നോക്കണം. എന്തൊക്കെയാണ്? ലാൻഡ് ആൻഡ് ബിൽഡിങ്. 2 ലക്ഷം ചേഞ്ച് ഒന്നുമില്ല, എങ്ങും എടുക്കണ്ട. ചേഞ്ച് ഇല്ലെങ്കിൽ അത് എങ്ങും എടുക്കണ്ട. ഫണ്ടിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അടുത്തായിട്ട് എന്താ? മെഷീനറിക്ക് നമ്മൾ ലെഡ്ജർ വരച്ചിട്ടുണ്ട്, ലെഡ്ജറിൽ നോക്കിയാൽ മതി. നോക്കാം. അടുത്തായിട്ട് എന്താ? പോസ്റ്റ് ബാലൻസ് ഷീറ്റിലേക്ക് തിരിച്ചു പോകുന്നു. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ ലെഡ്ജർ വരച്ചിട്ടുണ്ടല്ലോ, അവിടെ ഉണ്ടാകും, അവിടെ നിന്ന് എടുക്കാം. അടുത്തായിട്ട് എന്താ? കറണ്ട് അസറ്റുകൾ. അതിനൊക്കെ നമ്മളെ ഷെഡ്യൂളിൻ്റെ അകത്തെടുത്തുക, അതെല്ലാം പോട്ടെ. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വരുന്നു. അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നാമത് എന്താ?
ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അത് ലെഡ്ജറിലുണ്ടാകും, ലെഡ്ജറിൽ നോക്കാം. അടുത്ത എന്താ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, അതിന് ലെഡ്ജർ വരച്ചിട്ടുണ്ട്, ലെഡ്ജറിൽ നോക്കിയാൽ മതി. അടുത്ത എന്താ മെഷീനറി, ലെഡ്ജറുണ്ട്, ലെഡ്ജറിൽ നോക്കിയാൽ മതി. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ ഡിവിഡൻറ്റ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ 40,000, ഈ വർഷം 40,000 രൂപ ഡിവിഡൻറ്റ് കൊടുത്തു, കാശ് പോയി. എവിടെ എഴുതും? ആപ്ലിക്കേഷനിൽ എഴുതും ഡിവിഡൻറ്റ് പെയ്ഡ് 40,000. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ മോർഗേജ് ലോൺ 10,000, മോർഗേജ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് 10,000, കാശ് പോയി. എവിടെ വരും? ആപ്ലിക്കേഷനിൽ വരും. അപ്പോൾ ഒരു കാര്യമുണ്ട്, ലെഡ്ജറുകൾ വരച്ചിട്ടുള്ളതിലൊക്കെ ലെഡ്ജറിൽ നോക്കിയാൽ നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ഫിഗർ കിട്ടും. അല്ലാത്തത് നമ്മളിവിടെ എടുത്താൽ മതി. ആപ്ലിക്കേഷൻ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ എടുത്താണെങ്കിൽ അവിടെ ഏതാ ബാലൻസ് ഷീറ്റിലുള്ളതൊക്കെ ഷെഡ്യൂളിൻ്റെ അകത്തോ ഫണ്ട് ഫ്രം ഓപ്പറേഷനിലോ ലെഡ്ജറിലോ ഉണ്ടെങ്കിൽ വിട്ടേക്കുക, ബാലൻസ് ഷീറ്റിലുണ്ടെങ്കിൽ ഒരു എഫക്റ്റ് മതി. അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളതൊക്കെ ലെഡ്ജർ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ലെഡ്ജറിൽ നിന്ന് തപ്പിയാൽ ആൻസർ കിട്ടും, അല്ലാത്തത് നേരെ ഇങ്ങോട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, ലെഡ്ജറുകൾ നോക്കാം. ആദ്യത്തെ നമ്മുടെ ലെഡ്ജർ ഏതായിരുന്നു? ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ. ലെഡ്ജറിൽ എവിടെയൊക്കെ ക്യാഷ് വന്നിട്ടുണ്ടോ അതൊക്കെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പോസിറ്റിലേക്ക് എഴുതിയാൽ മതി. നോക്കിയേ, ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റിൽ ക്യാഷ് ഉണ്ട്, എത്ര രൂപ? 8,500. അപ്പം നമ്മൾ നേരെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡെബിറ്റിൽ എഴുതും ഇൻവെസ്റ്റ്മെൻറ്റ് 8,000. ഓക്കെ, 8,000 അല്ല 8,500. എന്താ അത്? വിറ്റതല്ലായിരുന്നോ? സോഴ്സിലാണ് എഴുതിയത്. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 8,500. വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നോക്കിയേ, ഡെബിറ്റിൽ ഒരു ക്യാഷ് ഉണ്ട്, എത്രയാ? 18,000. അപ്പോൾ നമ്മൾ നേരെ ക്രെഡിറ്റിൽ എഴുതും, ആപ്ലിക്കേഷനിൽ എഴുതി ഇൻവെസ്റ്റ്മെൻറ്റ്. ആപ്ലിക്കേഷനിൽ വരണമെങ്കിൽ അത് എന്തായിരിക്കും? ക്യാഷ് പോണതല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് 18,000. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് കഴിഞ്ഞു. നമ്മൾ അടുത്ത വരച്ച അക്കൗണ്ട് ഏതാ? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആയിരുന്നു അല്ലേ. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ്റെ എവിടെയാണ് ക്യാഷ് ഉള്ളത്? ഡെബിറ്റിലുണ്ട് ക്യാഷ് 74,000. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്രെഡിറ്റിൽ എഴുതി. പ്രൊവിഷൻ ഫോർ ടാക്സേഷനിൽ ഡെബിറ്റിലാണ് ക്യാഷ് വന്നിരിക്കുന്നത്. ആപ്ലിക്കേഷനിലേക്കൊക്കെ പോകുന്നത്, ആപ്ലിക്കേഷനിൽ പോകുന്നത് എപ്പോഴാണ്? ടാക്സ് കൊടുക്കുമ്പോഴാണ്. ടാക്സ് പെയ്ഡ് 74,000. അടുത്ത് നമ്മൾ വരച്ച ലെഡ്ജർ ഏതായിരുന്നു? അടുത്ത വരച്ച ലെഡ്ജർ ഇൻവെസ്റ്റ്മെൻറ്റ് വരച്ചു, ടാക്സ് വരച്ചു, പിന്നെ ഏതാ? മെഷീനറി അക്കൗണ്ട് നോക്കിയേ, എവിടെയൊക്കെ ക്യാഷ് ഉണ്ട്? ക്രെഡിറ്റിലൊരു ക്യാഷ് ഉണ്ട് 12,000, നേരെ ഡെബിറ്റിൽ എഴുതി 12,000. സോഴ്സിലാണ് വന്നിരിക്കുന്നത്. സോഴ്സിൽ മെഷീനറി വരുന്ന എപ്പോഴാണ്? മെഷീനറി വിൽക്കുമ്പോഴാണ് കാശ് കിട്ടുക, സെയിൽ ഓഫ് മെഷീനറി അക്കൗണ്ടിൽ വീണ്ടും നോക്കി, എവിടെയെങ്കിലും ക്യാഷ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം എഴുതി. ഇനി എന്ത് നോക്കണം? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ ആൻസർ എത്രയാണ്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ ആൻസർ 1,48,500. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷനിൽ നിന്ന് കിട്ടിയ ഫണ്ട്, അതൊരു സോഴ്സ് അല്ലേ, വരുമാനമല്ലേ. സോഴ്സിൽ എഴുതി ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 1,48,500. ഷെഡ്യൂളിൻ്റെ ആൻസർ എത്രയാണെന്ന് നോക്കണം. എത്രയാ? 2,97,000. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എവിടെ വരുമെന്നാണ് പറഞ്ഞേ? ആപ്ലിക്കേഷനിൽ എഴുതി നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അത് നമ്മൾ ഷെഡ്യൂൾ വരച്ചപ്പോൾ പറഞ്ഞതാണ്. ഇൻക്രീസ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ, ഡിക്രീസ് ആണെങ്കിൽ സോഴ്സ്. ഓക്കെ, ഇൻക്രീസ് ആയതുകൊണ്ട് നേരെ ആപ്ലിക്കേഷനിൽ എഴുതി ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 2,97,000. ഓക്കെ, കണക്ക് ചെയ്യേണ്ട സിസ്റ്റം കിട്ടിയോ? ആദ്യം ഏത് അക്കൗണ്ട് വരയ്ക്കുക? ഷെഡ്യൂൾ വരയ്ക്കുക. അത് കഴിഞ്ഞ് എന്ത് വരയ്ക്കുക? ലെഡ്ജറുകൾ വരയ്ക്കുക. എങ്ങനെയാണ് ലെഡ്ജർ വരയ്ക്കുക? അസറ്റിൻ്റെ ലെഡ്ജർ ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിൽ എഴുതുക. ലയബിലിറ്റിയുടെ ലെഡ്ജർ ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ എഴുതുക. ഓപ്പണിംഗ് ബാലൻസിനെ കൂട്ടുന്ന ഐറ്റമാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസിൻ്റെ അതേ സൈഡിൽ എഴുതുക. കുറയ്ക്കുന്ന ഐറ്റമാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതുക. ക്ലോസിംഗ് ബാലൻസ് എപ്പോഴും ഓപ്പണിംഗ് എഴുതിയതിൻ്റെ ഓപ്പോസിറ്റ് എഴുതുക. ഓക്കെ, ഇനി മിസ്സിംഗ് ഫിഗറാണ് നമുക്കത് വരയ്ക്കുമ്പോൾ കിട്ടുക. മിസ്സിംഗ് ഫിഗർ അസറ്റിൻ്റെ ലെഡ്ജറിൽ ഡെബിറ്റിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ അതെന്താ? ക്യാഷ്, അസറ്റ് വാങ്ങിയത്. ക്രെഡിറ്റിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ അതെന്താകാം? ക്യാഷും ആകാം, ഡിപ്രീസിയേഷനും ആകാം. വിറ്റത് എത്രയാണെന്ന് ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്യാഷ് അല്ല, ഇതെന്താ? ഡിപ്രീസിയേഷൻ. അതായത് ക്രെഡിറ്റ് ക്യാഷ് ഓൾറെഡി ഉണ്ടെങ്കിൽ ഇത് ഡിപ്രീസിയേഷൻ, ക്രെഡിറ്റിൽ ഓൾറെഡി ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ഈ കിട്ടിയ ആൻസർ ക്യാഷ് എന്ന് എഴുതുക. കഴിഞ്ഞു. ദെൻ അടുത്തത് എന്താ? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ വരയ്ക്കുമ്പോൾ ലാഭങ്ങളും എല്ലാം അല്ലെങ്കിൽ നഷ്ടങ്ങളും ചെലവുകളും എല്ലാം ആഡ് ചെയ്യുക, ലാഭങ്ങളെല്ലാം ലെസ് ചെയ്യുക. ഓക്കെ, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റ് ബൈ ഹാർട്ട് ചെയ്യുക, അതായിരിക്കും ഏറ്റവും എളുപ്പം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കഴിഞ്ഞാൽ അടുത്തത് എന്താ?
സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ അഥവാ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. ക്വസ്റ്റ്യൻ ആദ്യം മുതൽ നോക്കുക. എടുത്തിട്ടില്ലാത്ത ഐറ്റങ്ങളൊക്കെ അവിടെ വരും. ചേഞ്ച് ഒന്നുമില്ലാത്ത ഐറ്റം ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ഓപ്പണിംഗ് ഫിഗറും ക്ലോസിംഗ് ഫിഗറും അത് തന്നെയാണെങ്കിൽ അതായിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അല്ലാത്തതൊക്കെ ഇവിടെ വരും. ഏതൊക്കെയാണ്? ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ വേറൊരു അക്കൗണ്ടിലും എടുത്തിട്ടില്ലാത്ത ഏതെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അതിന് ശരിക്കും നോക്കുക. ഇവിടെ എവിടെയെങ്കിലും വരേണ്ടതായിരിക്കും. കാശ് വരുന്ന ഐറ്റം ആണെങ്കിൽ സോഴ്സിൽ എഴുതുക. കാശ് പോകുന്ന ഐറ്റം ആണെങ്കിൽ ആപ്ലിക്കേഷനിൽ എഴുതുക. ഓക്കെ. വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ ലെഡ്ജർ വരച്ചിട്ടുള്ള ഐറ്റം ആണെങ്കിൽ അത് നമുക്ക് ലെഡ്ജറിൽ നോക്കിയാൽ ആൻസർ കിട്ടും. വിട്ടേക്കുക. ലെഡ്ജർ വരച്ചിട്ടില്ലാത്ത ഐറ്റം ആണെങ്കിൽ ഇവിടെ വരും. അത് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും എവിടെയാണ് വരുന്നത്. ഓക്കെ. ദെൻ ലെഡ്ജറുകൾ നോക്കുക. ലെഡ്ജറുകളുടെ എവിടെയാണോ ക്യാഷ്, ഡെബിറ്റിൽ ക്യാഷ് എന്നുണ്ടെങ്കിൽ ഫണ്ട് ഫ്ലോയുടെ ക്രെഡിറ്റിൽ വരും. ലെഡ്ജറിൻ്റെ ക്രെഡിറ്റിൽ ക്യാഷ് എന്നുണ്ടെങ്കിൽ അത് ഫണ്ട് ഫ്ലോയുടെ ഡെബിറ്റിൽ വരും. ഓക്കെ. അതും കഴിഞ്ഞാൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എത്രയാണെന്ന് നോക്കുക. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അക്കൗണ്ട് വെച്ചപ്പോൾ കിട്ടിയ ആൻസർ അതെപ്പോഴും സോഴ്സിൽ എഴുതുക. അത് കഴിഞ്ഞാൽ ഷെഡ്യൂളിൻ്റെ ആൻസർ എത്രയാണെന്ന് നോക്കുക. ഷെഡ്യൂളിൻ്റെ ആൻസർ ഇൻക്രീസ് ആണെങ്കിൽ ആപ്ലിക്കേഷനിൽ എഴുതുക, ഡിക്രീസ് ആണെങ്കിൽ സോഴ്സിൽ എഴുതുക. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ടാലിയാകും, കണക്ക് കംപ്ലീറ്റ് ആകും. ഓക്കെ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായി അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.